അടുത്തതായി നമ്മൾ ഫിസിക്കൽ സയൻസ് പെഡഗോഗിയിൽ നോക്കുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. എസ്എ ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസേഴ്സും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർ ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരു 20-25 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ 25 ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, എസ്എയും ഷോർട്ട് ആൻസർ ആയിട്ടും ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിന് മുൻപായിട്ട്. ചോദ്യങ്ങൾ നോക്കാം. എസ്എ ക്വസ്റ്റ്യൻസ് ആണ്, ഫിസിക്കൽ സയൻസ് പെഡഗോഗിയിൽ നിന്നുമാണ്. വാട്ട് ഈസ് മൈക്രോ ടീച്ചിങ്? എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് വേരിയസ് ടീച്ചിങ് സ്കിൽസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സെക്കൻഡ് യൂണിറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നുള്ളതാണ്. ദെൻ അതായത് മൈക്രോ ടീച്ചിങ് എന്താണ്? അതായത് സെക്കൻഡ് യൂണിറ്റിൽ നമുക്കറിയാം സ്കിൽസ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചാണ്. 9ഓളം സ്കില്ലുകളാണ് നമ്മൾ എടുത്ത് പഠിക്കാനുള്ളത്. ആ സ്കിൽസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, അത് മൈക്രോ ടീച്ചിങ്ങിലൂടെയാണ് നമ്മൾ ഓരോ സ്കില്ലുകളും എടുത്ത് പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അത് കൂടാതെ തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഒരു സമ്മപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൈവ് സെഷൻ തരുന്നുണ്ട്. അപ്പോൾ അതിനും പങ്കെടുക്കുക. ദെൻ നെക്സ്റ്റ് ചോയ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഡിസ്ക്രൈബ് ദി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഫിസിക്കൽ സയൻസ്. അത് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഫിസിക്കൽ സയൻസിന്റെ നേച്ചറും സ്കോപ്പുമാണ് എഴുതേണ്ടത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹൗ യു ഹാവ് യൂസ്ഡ് ആക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് ഡ്യൂറിംഗ് യുവർ ടീച്ചിങ് പ്രാക്ടീസ് എന്നുള്ളതാണ്. ആക്റ്റീവ് ബേസ്ഡ് ലേണിംഗിനെ ആണ് ഇവിടെ എടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അത് ടീച്ചിങ് പ്രാക്ടീസ് നടത്തുന്ന സമയത്ത് ആക്റ്റീവ് ബേസ്ഡ് ലേണിംഗിന്റെ പിന്നെ എങ്ങനെയാണ് യൂസ് ആയിട്ടുള്ളത്. Then what is scientific method? State the advantages and disadvantages of scientific method in the ടീച്ചിങ് ഓഫ് ഫിസിക്കൽ സയൻസ്. സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് ഫിസിക്കൽ സയൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ലൈവ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം. എന്താണ് സയന്റിഫിക് മെത്തേഡ്, എന്താണ് ഒബ്ജക്റ്റീവ് മെത്തേഡ്, എന്താണ് പിന്നെ സബ്ജക്റ്റീവ് മെത്തേഡ് എന്നതിനെ കുറിച്ചൊക്കെ കമ്പയർ ചെയ്ത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടാവും, സയന്റിഫിക് മെത്തേഡിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സയന്റിഫിക് മെത്തേഡ് എന്ന് അവർ ലബോറട്ടറി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന മെത്തേഡിനെയാണ് സയന്റിഫിക് മെത്തേഡ്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് സയൻസ് ഫീൽഡിലുള്ളവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ അബൌട്ട് ഇയർ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ ആൻഡ് ലെസൺ പ്ലാൻ ഇൻ ഡീറ്റെയിൽ എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ യൂണിറ്റിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഈ 3 കാര്യങ്ങൾ തന്നെയാണ്. അതിനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ അബൌട്ട് ലെക്ചർ മെത്തേഡ് ആൻഡ് പ്രൊജക്ട് മെത്തേഡ്. പല ക്വസ്റ്റ്യൻസിലും ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. അത് ഫിസിക്കൽ സയൻസിൽ മാത്രമല്ല, ബയോളജി സയൻസിലാണെങ്കിലും കോമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസിയിലാണെങ്കിലും മാത്തമാറ്റിക്സിലാണെങ്കിലും മറ്റു ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള മെത്തേഡാണ് എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡും പ്രൊജക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ സ്പെഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഫിസിക്കൽ സയൻസ് ടീച്ചർ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ ഉണ്ടാക്കി എഴുതാവുന്നതാണ്. ദെൻ എക്സ്പ്ലെയിൻ ബെനിഫിറ്റ്സ് ഓഫ് ഡാൽട്ടൺ പ്ലാൻ. ഡാൽട്ടൺ പ്ലാൻ ഫിസിക്കൽ സയൻസിൽ എടുത്ത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. കെല്ലർ പ്ലാൻ, ഡാൽട്ടൺ പ്ലാൻ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഫിസിക്കൽ സയൻസിൽ പിന്നെ മെത്തേഡുകളായിട്ട് എടുത്ത് ചോദിക്കുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്താണ്, ബ്ലെൻഡഡ് ലേണിംഗ് എന്താണ്. ദെൻ അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ അബൌട്ട് സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അതായത് നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സ്കില്ല് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിക്സ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് യൂണിറ്റ് അടിസ്ഥാനത്തിലല്ല, മറിച്ച് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തക്ക രീതിയിലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ 10 ക്വസ്റ്റ്യൻസ് ആണ്, 10ഉം വ്യത്യസ്തമായിട്ടുള്ളതാണ്. എന്നാൽ 2024 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇല്ലാത്തത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അത് മാത്രം എടുത്തുകൊണ്ട് ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് അങ്ങനെ ടോട്ടൽ ഒരു 20-25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്കി ആ 25 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സോ ലാസ്റ്റ് 2023 ഷോർട്ട് ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ജനറൽ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് ആൻഡ് സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കം ഇൻ ഫിസിക്കൽ സയൻസ് ലെസൺ. ജനറൽ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് ഏതാണ്ട്, സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കം എന്താണ്. അത് നമുക്ക് ശരിക്ക് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയുക. അത് ലെസൺ പ്ലാനിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുക. ദെൻ വൈ ഈസ് ബ്ലൂ പ്രിന്റ് പ്രിപ്പയർഡ് ഫോർ എ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലൂ പ്രിന്റിന്റെ ആവശ്യകത എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ എക്സ്പ്ലെയിൻ കലർ പ്ലാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കലർ പ്ലാൻ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് മൾട്ടിമീഡിയ ഇൻ ടീച്ചിങ് ഓഫ് ഫിസിക്കൽ സയൻസ്. മൾട്ടിമീഡിയയുടെ ഉപയോഗത്തെ കുറിച്ച് പറയണം, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനെ കുറിച്ചും പറയണം. ദെൻ എക്സ്പ്ലെയിൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ 5th യൂണിറ്റിൽ വരുന്നതാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും അതേപോലെ തന്നെ മൾട്ടിമീഡിയയെ കുറിച്ചും ഒക്കെ ആ 5th യൂണിറ്റിൽ വരുന്നതാണ്. അത് 2 ക്വസ്റ്റ്യൻസും 5th യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഷോർട്ട് ആൻസറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് ചോദിക്കുമ്പോൾ അപ്പോൾ അതിന്റെ വെയിറ്റേജ് നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ വെയിറ്റേജ് എല്ലാ യൂണിറ്റിൽ നിന്നും ഈക്വൽ ആയിരിക്കും. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ചില യൂണിറ്റിൽ കൂടുതൽ വെയിറ്റേജ് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഇവിടെയും നിങ്ങൾ 15 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 2024 ക്വസ്റ്റ്യൻ പേപ്പർ
പേപ്പർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ഓൺ ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.